ഏതോ ഒരു സിനിമയിൽ മാമുക്കോയുടെ ഒരു കഥാപാത്രത്തെ ആണ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ആ പേര് പറയുന്നില്ല, പലർക്കും ആ പേര് അറിയാം. അതുപോലെ ഒരു സമീപനം ഗവർണറുടെ പദവിയിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഞാൻ അല്ല, ജഗതിയല്ല, മാമുക്കോയ അവതരിപ്പിച്ച ഒരു ഹാസ്യ ഗുണ്ടാ കഥാപാത്രമുണ്ട്. അതുപോലെ നേരിട്ട് തല്ലാൻ ചെല്ലുക എന്നുള്ളതൊന്നും ഗവർണർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ സഭയോടും ഫെഡറൽ ഭരണഘടനയോടും ജനാധിപത്യത്തോടുമുള്ള ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ നന്ദി പ്രമേയം വേണ്ട രീതി നയപ്രഖ്യാപനം വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളും അതിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷവും ഗവർണർ ഈ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടുന്ന രീതികൾ ഒട്ടും പക്വതയില്ലാത്തതാണ്. സർ, വളരെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഇടയാക്കുന്ന പെരുമാറ്റമാണ് കേരളത്തിലെ ഗവർണറിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിക്കുന്നത് കൊണ്ടുമെല്ലാം നമുക്ക് അത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. സർ, നിലമേലിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രകടനം അതെങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ്. ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രതിഷേധം ഉണ്ടാകാറുണ്ട്, കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട്, വലിയ സമരങ്ങൾ ഉണ്ടാകാറുണ്ട്, പിക്കറ്റിങ്ങുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തെ എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് നിയന്ത്രിക്കുക, അതാണ് ഗവൺമെന്റ് സാധാരണ ചെയ്യുക. പോലീസുണ്ട്, പോലീസ് ആ പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതിന് തയ്യാറായിട്ടുണ്ട്. ഗവർണറുടെ വാഹനത്തിന്റെ അടുത്തൊന്നും ആ വിദ്യാർത്ഥികൾ എത്തിയിട്ടില്ല. 10-25 മീറ്ററോളം അല്ലെങ്കിൽ 100 മീറ്ററോളം അകലെയാണ് കുട്ടികൾ ഉണ്ടായിരുന്നത് എന്നാണ് ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിയത്. കാരണം ഇത്രയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ സർവകലാശാലകളെ കാവി പൂശാൻ ഒരുങ്ങുന്ന ഗവർണറുടെ തീരുമാനത്തെ ഒരു കാരണവശാലും ജനാധിപത്യ വിശ്വാസികൾക്ക് അത് നോക്കിക്കാണാൻ സാധിക്കില്ല, അംഗീകരിക്കാൻ കഴിയില്ല. തനിക്ക് ഇഷ്ടമുള്ള, തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ യൂണിവേഴ്സിറ്റികളിൽ തിരികെ കയറ്റുന്നതിന് ഗവർണർ നടത്തുന്ന പ്രവർത്തനത്തെയാണ് കേരളം എതിർക്കുന്നത്. അതിനെതിരായിട്ടാണ് ശക്തമായ പ്രതിഷേധം ഉണ്ടായത്. എന്നാൽ അങ്ങനെ പ്രതിഷേധം നടക്കുമ്പോൾ വാഹനം തുറന്ന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തെറ്റിച്ച് ഗവർണർമാർ തെരുവിൽ ഇറങ്ങി നിൽക്കുന്നത് ഇതാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏതോ ഒരു സിനിമയിൽ മാമുക്കോയുടെ ഒരു കഥാപാത്രത്തെ ആണ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ആ പേര് പറയുന്നില്ല, പലർക്കും ആ പേര് അറിയാം. അതുപോലെ ഒരു സമീപനം ഗവർണറുടെ പദവിയിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപഹാസ്യമായിട്ടുള്ള ഞാൻ ഞാൻ അല്ല, ജഗതിയല്ല, മാമുക്കോയ അവതരിപ്പിച്ച ഒരു ഹാസ്യ ഗുണ്ടാ കഥാപാത്രമുണ്ട്. അതുപോലെ നേരിട്ട് തല്ലാൻ ചെല്ലുക എന്നുള്ളതൊന്നും ഗവർണർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല. മന്ത്രിമാരെല്ലാം കരിങ്കൊടി പ്രകടനം നേരിടാറുണ്ട്, പോലീസുകാർ അവരെ മാറ്റാറുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ആ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ റോഡിൽ ഇറങ്ങി നിന്ന് തല്ലാൻ, ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല, എന്റെ മനസ്സിൽ ആ പേരുണ്ട്. അപ്പോ അതെ, അത് പെട്ടെന്ന് ഓർമ്മ വന്നത് എനിക്ക് മാത്രമാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാത്രമായിരിക്കില്ല, എല്ലാവർക്കും അത് ഓർമ്മ വന്നിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അങ്ങനെയൊന്നും ആ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ താഴാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് നയപ്രഖ്യാപനം വായിക്കാത്തതും അതിനുശേഷം തെരുവിൽ ഈ പ്രകടനം നടത്തിയതും ഗവർണർ പദവിക്ക് ഒട്ടും യോജിച്ചതല്ല എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സർ, കേരളത്തിന്റെ അവസ്ഥ എന്താണ്? നയപ്രഖ്യാപനത്തിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് നടപ്പിലാക്കുന്നതിന് തയ്യാറാകേണ്ടുന്ന കോൺഗ്രസും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷം അവരെന്താ കാണിക്കുന്നത്? ഈ രാജ്യമാകെ ഒരു വലിയ തകർച്ചയുടെ വക്കിലാണ്. മതപരമായി ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി BJP നടത്തുന്ന പരിശ്രമം മാത്രമല്ല, സാമ്പത്തികവുമായി അങ്ങേയറ്റം തകർന്ന അവസ്ഥയാണ് ഈ രാജ്യത്തിൻ്റെത്.